ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ കാട്ടിൽ വന്നിരുന്ന് എന്താ വീഡിയോ എടുക്കണമെന്നല്ലേ, ഇന്ന് കാടൊന്നുമല്ല കാണിച്ചു തരുന്നത്. ഞാൻ വീട്ടിലാകെ ആളായ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ ഞാൻ തൊട്ടിപ്പുറത്തുള്ളൊരു തൊടിയിൽ വന്നിരുന്നാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് കൂട്ടെപ്പോഴും ഉണ്ടാവും. ഇതായിരിക്കുന്നു നമ്മുടെ ഇത് വേറൊരു പോത്താണ്. നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി കുറേ പോത്തോളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവനും നമ്മുടെ വീട്ടിലുള്ള തന്നെയാണ്. ഇവിടെ ഇരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടാവും ഓനും അവിടെ ഇരിക്കണം. അപ്പോൾ പിന്നെ എന്തായാലും അവിടെ ഇരുന്നോട്ടെ വെച്ച് ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ സാവിട്ടിൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ട് ശരിക്കും പറഞ്ഞാൽ നാളും ഡേറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നു സാവിട്ടൻ്റെ. പിന്നെ നമ്മളൊരു പാർട്ടി പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ക്രിസ്മസിൻ്റെ അന്നാണ് പാർട്ടി നടക്കുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നെ കുറേയൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയതല്ല, ഞാൻ തിരക്കാവുമ്പോൾ പിന്നെ എടുത്തു തരാൻ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കുറേ വീഡിയോസ് അങ്ങനെ ഇല്ല, കുറച്ച് ചെറിയൊരു വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ പിന്നെ നമ്മൾ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പുറത്തുനിന്ന് ആരെയും ഏൽപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടുകാർ മാത്രം. ചെറിയ പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തുനിന്ന് വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു കർട്ടൻ നമ്മൾ കർട്ടനും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു വന്നിട്ട് വീട്ടുകാർ തന്നെ സെറ്റ് ചെയ്യാമായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബലൂണ് വീർപ്പിക്കാനും എല്ലാത്തിനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേജൊക്കെ റെഡിയാക്കി. പിന്നെ അപ്പുറത്ത് നമ്മളൊരു പരിപാടി വെച്ചിരുന്നത് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴാണ് കേക്ക് കട്ടിങ് എന്നാണ് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കേക്ക് കട്ട് ചെയ്യുക 7 മണിയൊക്കെ ആയി. ലാസ്റ്റ് നമ്മുടെ ലുക്ക് ഇങ്ങനെയായിരുന്നു വന്നിരുന്നു. സ്റ്റേജല്ല നമ്മുടെ കേക്ക് മുറിക്കുന്ന സ്ഥലം. അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേനും ഞങ്ങൾ റെഡിയായി വന്നു. സായിട്ടൻ്റെ ഈ ഡ്രസ്സിന് ഒരു കോട്ടും കൂടി ഉണ്ടായിരുന്നു. ചൂടായ കാരണം നമ്മൾ ലാസ്റ്റ് കേക്കൊക്കെ മുറിക്കാറായപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മേമമാരും അമ്മമ്മയും പിന്നെ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായി. എല്ലാവരും സ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ നമ്മളെ കേക്കിൻ്റെ ആൾ വന്നു. കേക്കൊക്കെ ശരിയാക്കാൻ നമ്മൾ 5 മണി, ഞാൻ പറഞ്ഞില്ലേ 5 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വിചാരിച്ചത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴത്തേനും അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലുള്ളവരും കുറച്ച് വൈകിട്ടാണ് വന്നത്. എല്ലാവരും പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോക്കെ വന്നപ്പോഴത്തേനും അത്യാവശ്യം 6 മണി 7 മണിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി, എല്ലാം സെറ്റ് ചെയ്തു. ഒരാളും കൂടി വരാനുണ്ടായിരുന്നു, അയാളെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, വീട്ടിലത്തെ ആൾക്കാർ തന്നെ. അപ്പോൾ അങ്ങനെ ഇതാണ് സായിട്ടിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കേട്ടോ. സായിട്ടും ചിലപ്പോൾ ഫുൾ കരച്ചിലായിരുന്നു, എന്ത് സാധനം പിടിച്ച് വാങ്ങുമായിരുന്നു. അങ്ങനെ പിന്നെ അമ്മായി എന്നെ കാണിക്കല്ലേത് പറയുകയാണത്. അങ്ങനെ സായിട്ടൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ വെച്ച് തന്നെ ഇല്ല, പിടിച്ച്. മുറിച്ചോളേ Happy birthday,
കൈ തുടച്ചു സങ്കടം കാണാൻ പറ്റാ വരാൻ പറ്റുന്ന സങ്കടം നേരെ കൈ അടയണ്ടേ പിന്നെ ഗിഫ്റ്റ് തരുന്നത് അമ്മായിമാർ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുത്താണ്. കുറേ ഗിഫ്റ്റുകളുണ്ടായിരുന്നു. ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം അതൊക്കെ എല്ലാവരും വരുമ്പോൾ നമ്മൾ വീഡിയോ വെറുതെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാതും എടുക്കാൻ പറ്റിയില്ല, കുറച്ചൊക്കെ നമ്മൾ എടുത്താണ്. രാത്രി ആയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ സായിട്ട് ഫുള്ള് കരച്ചിലായിരുന്നു, സമയം വൈകിയ കാരണം ഉറക്കത്തിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ രാവിലെയാണ് ഞാൻ ഓർത്തത്. അപ്പോൾ പിന്നെ സായിട്ടിനെ വണ്ടിയും എത്തിയപ്പോൾ പാട്ടൊക്കെ വെച്ച് സായിട്ട് ഫുൾ അടിപൊളിയായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, ബൈ.